പി ജെ ജോസഫിനെതിരെ നിലപാട് മയപ്പെടുത്തി മാണി ഗ്രൂപ്പ്. ജോസഫിന് ഇടുക്കിയിൽ ജയസാധ്യതയുണ്ടെന്നും ഇക്കാര്യം പരിഗണിച്ചാണ് രണ്ടാം സീറ്റിനായി അവകാശവാദം ഉന്നയിച്ചതെന്നും ജോസ് കെ മാണി പറഞ്ഞു. പി ജെ ജോസഫിന് കോൺഗ്രസ് സീറ്റ് നൽകിയാൽ സ്വാഗതം ചെയ്യുമെന്നും ജോസ് കെ മാണി പ്രതികരിച്ചു. പ്രതീക്ഷ കൈവിട്ടിട്ടില്ലെന്നും നാളെ വൈകിട്ട് വരെ കാത്തിരിക്കുമെന്നും പി ജെ ജോസഫ് പറഞ്ഞു. കോട്ടയം സീറ്റിൽ സ്ഥാനാർത്ഥിയെ മാറ്റേണ്ടതില്ലെന്ന് വ്യക്തമാക്കിയതോടെയാണ് പി ജെ ജോസഫിനെതിരായ പ്രതികരണങ്ങളിൽ നിന്ന് മാണി ഗ്രൂപ്പ് പിന്നോട്ടു പോകുന്നത്. ഇടുക്കി സീറ്റിനായാണ് പി ജെ ജോസഫ് നീക്കം നടത്തുന്നതെന്ന് വ്യക്തമായതോടെ അതിനെ എതിർക്കേണ്ടതില്ലെന്നാണ് മാണി വിഭാഗത്തിന്റെ തീരുമാനം. പി ജെ ജോസഫിന് ഇടുക്കിയിൽ വിജയസാധ്യതയുണ്ടെന്നും ഇത് കണക്കിലെടുത്താണ് രണ്ടാം സീറ്റ് ആവശ്യപ്പെട്ടതെന്നും ജോസ് കെ മാണി പ്രതികരിച്ചു. കോൺഗ്രസ് പി ജെ ജോസഫിന് ഇടുക്കി സീറ്റ് നൽകുകയാണെങ്കിൽ സ്വാഗതം ചെയ്യുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. തീർച്ചയായും ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തിന് ലഭിച്ചാൽ അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോട് വിജയിക്കും. എന്നാൽ സീറ്റ് ലഭിച്ചാൽ പാർട്ടി ചിഹ്നം വേണമെന്ന ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തോട് ജോസ് കെ മാണി പ്രതികരിച്ചില്ല. UDF-ൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടാകാൻ സാധ്യതകൾ മങ്ങിയിട്ടും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പി ജെ ജോസഫ്. ശുഭപ്രതീക്ഷ കൈവിട്ടിട്ടില്ലെന്നും തീരുമാനമറിയാൻ നാളെ വൈകിട്ട് വരെ കാത്തിരിക്കാൻ തയ്യാറാണെന്നും പി ജെ ജോസഫ് പ്രതികരിച്ചു. കോട്ടയം സീറ്റിന് പിന്നാലെ ഇടുക്കി സീറ്റ് എന്ന ആവശ്യവും നടക്കാതെ വന്നാൽ പി ജെ ജോസഫ് കൈക്കൊള്ളുന്ന നിലപാട് എന്തായിരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. 24 ഇടുക്കി, കോട്ടയം.